ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വീണ്ടും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം അതുപോലെ തന്നെ പറയുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ ആദ്യം സർക്കിളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഈ പൂക്കളം ഡിസൈൻ ഒരു സർക്കിൾ ആദ്യം വരച്ച ശേഷം 4 കോർണറിലായിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരയ്ക്കുക. ഇനി അത് കണക്ട് ചെയ്ത് മറ്റേ കോർണേഴ്സിൽ ട്രയാങ്കിൾസ് കണക്ട് ചെയ്ത് വരയ്ക്കുക. സിമെട്രിക്കലായിട്ട് മാക്സിമം വരയ്ക്കാൻ നോക്കുക. എത്ര സിമെട്രിക്കലായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം പെർഫെക്ഷൻ പൂക്കളത്തിനുണ്ടാവും. അതുപോലെ കാണാൻ ഭംഗി ഏറ്റവും സിമെട്രിക്കലായിട്ടുള്ള പൂക്കളായിരിക്കും. ഇനി ഏറ്റവും ഉള്ളിലായിട്ട് നമ്മൾ പടത്തിൽ കണ്ടിരിക്കുന്ന പോലത്തെ കർവ് വരച്ച് ചേർക്കുക. ഈ കർവ് പിന്നീട് ജോയിൻ ചെയ്യാനുള്ളതാണ്, അതുകൊണ്ടാണ് ഈ കർവ് ഇവിടെ എല്ലാം വരയ്ക്കുന്നത്. ആ കർവ് നമ്മൾ വരച്ച് ചേർക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ കർവും വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കർവ്സ് എന്തിനാണ് പിന്നീടെന്ന് മനസ്സിലാവുന്നതാണ്. ഈ കർവ്സ് പുറത്തും കർവായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ഏറ്റവും ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ പൂവിൻ്റെ ഇതൾ പോലത്തെ ഷേപ്പ് നടുക്ക് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പൂവിൻ്റെ ഇതൾ പോലത്തെ ഷേപ്പ് ഫോം ചെയ്ത ശേഷം അതിനെ കണക്ട് ചെയ്ത് നമ്മൾ ആ കാണുന്ന ഷേപ്പ് വരയ്ക്കുക. ഒരു ലൈന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത ശേഷം സ്ട്രൈറ്റ് ലൈൻ മുകളിലോട്ട് വരയ്ക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്തത്. വളരെ സിമ്പിളാണ്. എന്നിട്ട് അത് കണക്ട് ചെയ്ത് ചരിഞ്ഞ വരയും കണക്ട് ചെയ്ത് ഇതുപോലെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഏകദേശം ഡയമണ്ടിൻ്റെ ഷേപ്പാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ സിമെട്രിക്കലായിട്ടുള്ളൊരു പൂക്കളം ഡിസൈനാണിത്. ഇത് വരച്ചെടുക്കാൻ വളരെ സിമ്പിളാണ്. അതുപോലെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ പൂക്കളത്തിന്. ഇനി ഏറ്റവും ഉള്ളിലായിട്ട് സർക്കിൾ വരച്ചെടുക്കുക. ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പൂക്കളം ഡിസൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഉള്ളിലെ സർക്കിള് പുറമേയുള്ള ട്രയാങ്കിൾസ് എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പോൾ വരച്ച സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് മറ്റൊരു സർക്കിളൂടെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏറ്റവും ഉള്ളിലായിട്ട് മറ്റൊരു സർക്കിളും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസൈൻ സിമെട്രിക്കലായിട്ട് മാക്സിമം വരയ്ക്കാൻ ശ്രമിക്കുക. എത്രത്തോളം സിമെട്രിക്കലാവുന്നു അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഉള്ളിൽ നമ്മൾ മറ്റൊരു സർക്കിളൂടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സൂക്ഷിച്ച് വരയ്ക്കുക. വളരെ സിമ്പിളായിട്ട് എല്ലാ സ്റ്റെപ്സും പറഞ്ഞാൽ പോകുന്നത്, അതുകൊണ്ട് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉള്ളിലൊരു ചെറിയൊരു സർക്കിളൂടെയാണ് വരച്ചത്. ഓക്കെ, നമ്മൾ ഏറ്റവും ഉള്ളിലായിട്ട് സർക്കിൾ വരച്ചതിൻ്റെ കൂടെ ട്രയാങ്കിൾസ് വരച്ച് കണക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് ഡീറ്റെയിലിംഗ് വരുന്ന ഒരു ഡിസൈനാണിത്. എത്രത്തോളം ഡീറ്റെയിലിങ്ങും എത്രത്തോളം സിമെട്രിക്കലും ആയിരിക്കുന്നു അത്രത്തോളം പൂക്കളത്തിന് ഭംഗിയുണ്ടാകും. പൂക്കളം കോമ്പറ്റീഷൻസിനൊക്കെ ഈ ഡിസൈൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതും കണക്ട് ചെയ്ത് വരച്ചു. അത് കണക്ട് ചെയ്ത് നമ്മളൊരു സർക്കിളും വരയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഇത്രയും ഡീറ്റെയിലിംഗ് എന്ന് ചോദിച്ചാൽ, ഇത്രയും എത്രത്തോളം ഡീറ്റെയിൽ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ എത്രത്തോളം കളർ പൂക്കൾ അവിടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാക്സിമം എല്ലാ ഡീറ്റെയിലിങ്ങും ചെയ്യുന്നത്. ഓക്കെ, സർക്കിൾ വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. എവിടെയൊക്കെയാണോ വരയ്ക്കേണ്ടത് അവിടെയെല്ലാം ഒരു സർക്കിള് വരച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, സർക്കിൾ വരച്ചുകൊണ്ടിരിക്കാൻ നിർത്തരുത്. എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യുന്നു അത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അതും നമ്മൾ സർക്കിൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു സ്ഥലത്തു കൂടി അപ്പുറത്തെ ഭാഗത്തുകൂടി സർക്കിൾ വരയ്ക്കണം. ഓക്കെ, ഇത് നമ്മൾ എത്രത്തോളം സൂക്ഷിച്ച് വരയ്ക്കുന്നു അത്രത്തോളം ഡിസൈൻ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മളപ്പുറത്തും നമ്മൾ ആ സർക്കിൾ വരച്ചിട്ടുണ്ട്. മാക്സിമം ഈ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സിമെട്രിക്കലായിട്ട് വരാനാണ്. ആ ഷേപ്പെല്ലാം കറക്റ്റ് സ്ഥാനത്ത് എത്ര ഡിസ്റ്റൻസിൽ കറക്റ്റായിട്ട് വരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ പൂക്കളം എപ്പോഴും വരച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് മറ്റൊരു സർക്കിളൂടെ വരച്ച് ചേർക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തത്.
ഓക്കെ, എല്ലാം മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. ഉള്ളിലായിട്ട് 2 സർക്കിളിൻ്റെ അത് ജോയിൻ ചെയ്തെടുത്തു. ആ ട്രയാങ്കിൾ നമ്മൾ ജോയിൻ ചെയ്ത് സർക്കിൾ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇത്രയാണ് നമ്മളിപ്പം ചെയ്തത്. ഇനി അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു സർക്കിളോടെ വരയ്ക്കുക. ഇത്രയും സർക്കിൾ വരയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം അവിടെ ഡിഫറെൻറ്റ് കളേഴ്സ് പൂക്കളം അവിടെ ഇടാൻ പറ്റും. അപ്പോൾ എത്ര കളർ ഉപയോഗിക്കുന്നോ അത്രത്തോളം പെർഫെക്റ്റായിട്ട് പൂക്കളം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അത് വളരെ ശരി. ഉള്ളിലായിട്ട് മറ്റൊരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഒരു സർക്കിൾ വരച്ചെടുത്തു. ഏറ്റവും ഉള്ളിൽ മറ്റൊരു സർക്കിളാണ് ഇപ്പോൾ നമ്മൾ വരച്ചെടുത്തത്. ഇനി അതിൻ്റെ മുകളിൽ മറ്റൊരു സർക്കിളോടെ വരച്ചെടുക്കുക. ഇനി ഔട്ടറായിട്ട് ഒരു സർക്കിളോടെ വരച്ചെടുക്കാനുണ്ട്, അതും വരച്ചെടുക്കേണ്ടതാണ്. മാക്സിമം പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാൻ ശ്രമിക്കുക. നമ്മൾ അകത്ത് ഔട്ടറായിട്ട് ഒരു സർക്കിളും വരച്ചിട്ടുണ്ട്. ഇത് വരയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ നമുക്ക് മുകളിലത്തെ ട്രയാങ്കിൾ പുറത്തേക്ക് നിൽക്കുന്ന പോലെ ഒരു 3D എഫക്റ്റ് തോന്നും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചത്. ഉള്ളിൽ മറ്റൊരു സർക്കിളോടെ വരയ്ക്കുക. ഓക്കെ, സർക്കിൾ വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഏറ്റവും ഉള്ളിലായിട്ട് ട്രയാങ്കിൾസ് വരച്ചെടുക്കേണ്ടതാണ്. ലെഫ്റ്റ് സൈഡിൽ ട്രയാങ്കിൾസ് വരച്ചു. ഇപ്പോൾ ഒരുപാട് ഡീറ്റെയിലിംഗ് ഉള്ളൊരു പൂക്കളം ഡിസൈനാണ്. എത്രത്തോളം സമയം എടുക്കുന്നു അത്രത്തോളം ഡിസൈനിൻ്റെ ഭംഗിയും കൂടുന്നതാണ്. ഓക്കെ, ഇനി ആ ട്രയാങ്കിൾസ് നമ്മൾ ജോയിൻ ചെയ്ത് ബാക്കിയുള്ള ഭാഗത്തൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ഓക്കെ, ഇനി ആ ട്രയാങ്കിൾസ് നമ്മൾ കണക്ട് ചെയ്ത് വീണ്ടും ട്രയാങ്കിൾസ്. അപ്പോൾ ഇത്രയും ട്രയാങ്കിൾസ് ഡിസൈൻ തമ്മിൽ ജോയിൻ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തെടുക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തത് എല്ലാവർക്കും മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമ്മൾ ആ ട്രയാങ്കിൾസിൻ്റെ മുകളിൽ വീണ്ടും ട്രയാങ്കിൾസ് കണക്ട് ചെയ്ത് വരയ്ക്കേണ്ടതാണ്. അപ്പോൾ എവിടേക്കാണ് കണക്ട് ചെയ്ത് വരയ്ക്കേണ്ടതെന്ന് നമ്മളെപ്പോഴും നോക്കി വെച്ച് വയ്ക്കുക. ആ ട്രയാങ്കിൾസിൻ്റെ മുകളിൽ കൂടെ കണക്ട് ചെയ്ത് അപ്പുറത്തെ ഭാഗം കണക്ട് ചെയ്ത് വരയ്ക്കേണ്ടതാണ്. ഓക്കെ, അതും കണക്ട് ചെയ്ത് വരച്ചു. ഇത് ഫുൾ എത്രത്തോളം സിമ്പിളായിട്ട് സിമ്മട്രിക്കലായിട്ട് വരയ്ക്കുന്നോ അത്രയും. ഈ ഡിസൈന് ഒരുപാട് സമയമെടുക്കുന്ന ഡിസൈനാണ്. എന്നാൽ വരച്ച് കഴിയുമ്പോൾ വളരെ ഭംഗിയുള്ളതും സിമ്മട്രിക്കലായിട്ടും 3D ലുക്കൊക്കെ ഉള്ളൊരു ഡിസൈനാണ്. പൂക്കളം കോമ്പറ്റീഷൻസിനൊക്കെ ഈ ഡിസൈൻ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഡീറ്റെയിലിംഗ് ഉള്ളൊരു ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ സ്റ്റെപ്സും ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് പൂക്കളം കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസൈൻ ഉറപ്പായിട്ടും ചെയ്യാവുന്നതാണ്. കുറച്ച് ടഫായിട്ടുള്ള ഡിസൈൻ ആണെങ്കിലും വരച്ച് എല്ലാം കഴിയുമ്പോഴത്തേക്ക് പൂക്കളം ഇട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഈ പൂക്കളത്തിന് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതും കണക്ട് ചെയ്ത് വരച്ചു. ഇനി ബാക്കി ഭാഗം കണക്ട് ചെയ്ത് വരയ്ക്കേണ്ടതുണ്ട്. മാക്സിമം എത്ര പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ള ഭാഗത്തും ആ ട്രയാങ്കിൾസ് നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഓരോ ട്രയാങ്കിൾസ് നമ്മൾ കണക്ട് ചെയ്ത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് ഡീറ്റെയിലിംഗ് തോന്നിക്കുന്ന രീതിയിൽ ട്രയാങ്കിൾ മാറിക്കഴിഞ്ഞു. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ഡിസൈനിൽ ചെയ്യേണ്ടത്. നമുക്കിതിൽ ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ ഏത് ഷെയ്ഡ് കളേഴ്സ് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്കിത് ഫില്ല് ചെയ്യാവുന്നതാണ്.
അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ ഈ പൂക്കളം കുറച്ച് ടഫാണെങ്കിലും ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം പൂക്കളം ടീം.